21 വയസ്സിലാണ് പട്ടോഡി ഇന്ത്യയുടെ ക്രിക്കറ്റ് നായകനായി നിയമിതനായത്. ക്യാപ്റ്റൻസിക്കൊപ്പം ഗ്രൗണ്ടിലെ അക്രോബാറ്റിക് ഫീൽഡിംഗിന്റെ പേരിലും ആ കാലത്ത് തന്റേതായ ഒരു പേര് ക്രിക്കറ്റ് ലോകത്ത് അടയാളപ്പെടുത്തിയ താരമായിരുന്നു മൻസൂർ അലിഖാൻ പട്ടോഡി. ബ്രിട്ടീഷ് ഭരണകാലത്ത് പട്ടോഡി നാട്ടുരാജ്യത്തിന്റെ അവസാനത്തെ ഭരണാധികാരിയായിരുന്ന ഇഫ്തിഖാർ അലിഖാൻ പട്ടോഡിയുടെ മകനായിരുന്നു മൻസൂർ അലിഖാൻ. 1952 പിതാവ് മരണപ്പെടുന്നത്. ഭോപ്പാലിലായിരുന്നു മൻസൂർ അലിഖാന്റെ ജനനം. പിതാവ് ഇഫ്തിഖാർ, നമുക്കറിയാം, അദ്ദേഹത്തിന്റെയും പേരിലാണ് ഈ പട്ടോഡി ട്രോഫി. അദ്ദേഹം പ്രശസ്ത ക്രിക്കറ്റ് താരമായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ പട്ടോഡി സീനിയർ ഇഫ്തിഖാർ പട്ടോഡി ഇന്ത്യക്കും ഇംഗ്ലണ്ടിനും വേണ്ടി കളിച്ച താരമാണ്. അങ്ങനെ ടെസ്റ്റ് മത്സരം കളിച്ച ഏക താരവും ഇഫ്തിഖാർ മാത്രമാണ്. ഇഫ്തിഖാർ അലിഖാന്റെയും ഭോപ്പാലിലെ നവാബ് ബീഗമായിരുന്ന സാജിദ സുൽത്താന്റെയും മകനായിട്ടായിരുന്നു മൻസൂർ അലിഖാൻ പട്ടോഡി ജനിക്കുന്നത്. പാകിസ്ഥാൻ സൈന്യത്തിലെ മേജർ ജനറലായിരുന്ന ഷേർ അലിഖാൻ പട്ടോഡിയായിരുന്നു അദ്ദേഹത്തിന്റെ അമ്മാവനായിട്ടുണ്ടായിരുന്നത്. പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ ചെയർമാനായിരുന്ന, പലപ്പോഴും വാർത്തകളിൽ നമ്മൾ കാണാറുള്ള ഷെഹരിയാർ ഖാനും മുൻ ക്രിക്കറ്റ് താരമായിരുന്ന ആഷിഖ് ഹുസൈൻ ഖുറേഷിയും ഒക്കെ അദ്ദേഹത്തിന്റെ മാതാവിന്റെയും പിതാവിന്റെയും ഒക്കെ ബന്ധുക്കളായിരുന്നു. 1804 പട്ടോഡി സംസ്ഥാനത്തിന്റെ ആദ്യത്തെ നവാബായ ഫൈസ് തലാബ് ഖാൻ എന്ന പഷ്തൂൺ വംശത്തിൽ നിന്നാണ് ഈ ഒരു പട്ടോഡി കുടുംബം ഉത്ഭവിക്കുന്നത്. അലിഗഡിലെ മിൻഡോ സർക്കിൾ, ഡെറാഡൂണിലെ വെൽഹാം ബോയ്സ് സ്കൂൾ, ഹെഡ്ഫോർഡ്ഷെയറിലെ ലോക്കേസ് പാർക്ക് പ്രെപ്പ് സ്കൂൾ, വിൻചെസ്റ്റർ കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു മൻസൂർ അലിഖാൻ പട്ടോഡിയുടെ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നത്. അതുപോലെ ഓക്സ്ഫോർഡിലെ ബലിയോൾ കോളേജിൽ അദ്ദേഹം അറബിയും ഫ്രഞ്ചും ഒക്കെ പഠിച്ചിട്ടുണ്ട്. 52 അദ്ദേഹത്തിന്റെ പിതാവ് മരണപ്പെടുന്നത്. അദ്ദേഹത്തിന് 11 വയസ്സായ സമയത്ത് 11ാം ജന്മദിനത്തിൽ ഡൽഹിയിൽ ഒരു പോളോ കളിക്കുന്നതിനിടെയായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ് മരണപ്പെടുന്നത്. തുടർന്ന് മൻസൂർ അദ്ദേഹത്തിന് ശേഷം ഇഫ്തിഖാറിന് ശേഷം 9ാമത്തെ നവാബായി സ്ഥാനമേൽക്കുന്നു.